കോഴിക്കോട് നാദാപുരത്ത് വീണ്ടും ജീവിച്ചിരിക്കുന്ന ആളുടെ വോട്ട് തള്ളാൻ ശ്രമം. ജീവനോടെ ഉണ്ടെന്ന് തെളിയിക്കാൻ പാത്തു ഇന്ന് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകും. വോട്ട് നീക്കം ചെയ്യാൻ പുതുശ്ശേരി മിത്തൽ നിശയാണ് അപേക്ഷ നൽകിയത്. ഇപ്പോൾ എനിക്ക് നോട്ടീസ് കൊണ്ട് തന്നിട്ട് ഞാൻ മാറ്റിക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റിക്ക് ഞാനിവിടെ കച്ചവലെ കുത്തിനിക്ക് നേരെ ഒത്തുവത്തണ്ട മരിക്കണ്ടിരിക്കുന്ന അങ്ങനെ വോട്ടിനെല്ലാം വരുമ്പോൾ മനുഷ്യന്മാർ ഇങ്ങനെ എന്താക്കുക എന്നും 2-3 ദിവസം കൊണ്ട് ജീവിതം ഉണ്ടായിരിക്കും എനിക്ക് എന്നെ മറ്റോ എന്ന് അറിയതേ ഇനി വോട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഏകദേശം ഈ 12-ാം തീയതി അപേക്ഷിച്ച പിന്നെ ഇതാണ് റിപ്പോർട്ടാണ് സംഭവിച്ചത്. പക്ഷേ ഇന്നാണ് എന്താക്കിയത് വീടുകൾ പഞ്ചായത്തിൽ എത്തിച്ചത്. ഇത് ജനാധിപത്യ പ്രക്രിയക്കെതിരെയുള്ള ഒരു നീചമായ പ്രവൃത്തിയാണ്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. ഗോകുൽ, നേരത്തെ ഈ കല്യാണി എന്നൊരു സ്ത്രീയുടെ പേരിലും ഈ സമാനമായ പ്രശ്നമുണ്ടായിരുന്നു. മരിച്ചു എന്ന് രേഖപ്പെടുത്തിയ നോട്ടീസ് ഈ കല്യാണി തന്നെ കൈപ്പറ്റുന്ന സാഹചര്യം ഉണ്ടാവുകയും അത് വലിയ വാർത്തയാവുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ ഈ പാത്തു എന്ന സ്ത്രീയുടെ കാര്യത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഉദ്യോഗസ്ഥർ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വോട്ട് കൂട്ടിച്ചേർക്കലും വോട്ട് തൊള്ളാൻ കൊടുക്കലും തുടങ്ങിയ അപേക്ഷകളൊക്കെ വിവിധ രാഷ്ട്രീയ കക്ഷികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം പുറത്തു വരുന്നത്. നാദാപുരം പഞ്ചായത്തിൽ തന്നെ ഇതിപ്പോൾ 2ാമത്തെ സംഭവമാണ്. നേരത്തെ 2ാം വാർഡിലെ അംഗമായിരുന്ന കല്ലുള്ളതിൽ കല്യാണിയുടെ വോട്ട് തള്ളാൻ വേണ്ടി കൊടുത്തിരുന്നു. മരിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു വോട്ട് തള്ളാൻ വേണ്ടി കൊടുത്തത്. അതിന് പിന്നിൽ പ്രദേശത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് എന്ന് UDF പ്രവർത്തകർ ആരോപിച്ചിരുന്നു. ഇപ്പോൾ പാത്തുവിൻ്റെ വോട്ടും തള്ളാൻ കൊടുത്തിരിക്കുന്നത് പ്രദേശത്തെ CPM പ്രവർത്തകരാണ് എന്നുള്ള ഒരു ആരോപണമാണ് വന്നിരിക്കുന്നത്. പുതുശ്ശേരി മിത്തൽ നിഷ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പാത്തുവിൻ്റെ വോട്ട് തള്ളാൻ കൊടുത്തത് എന്നാണ് പറയുന്നത്. പാത്തു തന്നെ പറഞ്ഞിരിക്കുന്ന ആ പ്രതികരണത്തിൽ താൻ ഇതുവരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതുവരെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഇപ്പോഴെന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് 11:40 കൂടി പഞ്ചായത്തിന് ഹാജരായി ഈ വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമമാണ് പാത്തുവിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഇന്ന് 11:40 ഹാജരാകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അപേക്ഷയാണ് ഇപ്പോൾ പാത്തുവിന് ലഭിച്ചിരിക്കുന്നത്. CPM UDF പ്രവർത്തകർ തമ്മിൽ ഇത്തരത്തിൽ വോട്ട് തള്ളാൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അവിടെ ഉണ്ട്. നേരത്തെ ആര്യ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വോട്ട് തള്ളാൻ വേണ്ടി പ്രദേശത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകർ കൊടുത്തിരുന്നു എന്നൊരു ആരോപണം CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വോട്ട് ഉറപ്പിക്കാനും വോട്ട് തള്ളാനുമുള്ള സജീവമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ ശരിയല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നാദാപുരത്ത് നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ. ശ്രീജിത്ത്, സ്മിത. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.